എന്തൊക്കെയാണ് വിശേഷങ്ങൾ? കുറച്ച് ദിവസമായി ഒരു ഡേ ഇൻ മൈ ലൈഫൊക്കെ ഷൂട്ട് ചെയ്യണം എന്നിങ്ങനെ വിചാരിക്കണം. പക്ഷെ എന്താ നടന്നില്ല. അന്ന് നടന്നില്ല, പക്ഷേ ഇപ്പം നടന്നു. ഇത് ഒരു ടിപ്പിക്കൽ ഡേ. എല്ലാ ദിവസവും ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. എണീറ്റിട്ട് ഒന്ന് ഫ്രഷപ്പ് ആയി കഴിഞ്ഞാൽ ഫസ്റ്റത്തെ പരിപാടി ബെഡ് ഒതുക്കിയേക്കലാണ്. ഞങ്ങൾ 3 സിസ്റ്റേഴ്സ് ഉള്ളതുകൊണ്ട് ഈ പരിപാടി ഓരോ ദിവസം ഓരോരുത്തർക്കുള്ളതാണ്. അതിപ്പോൾ ഇത് മാത്രമല്ല, ക്ലീനിങ്ങും എന്താ പറയുക, നന്ദന ഫിലിമിൽ പാറുട്ടിയമ്മ നടന്നോളൂ, ആ ഒരു സെറ്റപ്പാണ്. ഇന്നിപ്പം വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഈ പരിപാടി ഞാൻ അങ്ങോട്ട് ഏറ്റെടുത്തു. ഈ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ അതൊന്ന് വേറെയാണ്. അടുത്ത പരിപാടി എന്താ? ഒരു കോഫി. ഞാനെങ്ങനെ കോഫി ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് പഠിപ്പിച്ചുതരാം. ഒരു 1.5 സ്പൂൺ ഷുഗറും 1/2 സ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും പിന്നെ 2-3 ഡ്രോപ്സ് ഓഫ് വാട്ടറും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ടെന്ന് പറയുമ്പം ഒരു ക്രീമി ടെക്സ്ചർ കിട്ടണം. നോട്ട് ദ പോയിൻറ്റ്, വെള്ളത്തിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ഈ ഒരു ടെക്സ്ചർ നമുക്ക് കിട്ടില്ല. എന്നിട്ട് അതിലേക്ക് ബോയിൽഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കണം. പണ്ട് കൊറോണ ടൈമിൽ ഒരു ഡെൽഗോണ കോഫി ഭയങ്കര ഫേമസ് ആയിരുന്നു. ആ ഒരു മെത്തേഡ് ഇത് നമ്മൾ സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാനേ പാടുള്ളൂ. അപ്പോഴേ ഒരു ക്യാപ്പച്ചീനോ ഇഫക്റ്റ് ഒക്കെ കിട്ടുള്ളൂ. ട്രസ്റ്റ് മീ, ഇത് അടിപൊളിയാണ്. അടുത്ത പരിപാടി ആസ് യൂഷ്വൽ ഒരു ടു ഡു ലിസ്റ്റ് എഴുതലാണ്. എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു സ്ട്രെസ് ഉണ്ടാവില്ലേ, അത് റെഡ്യൂസ് ചെയ്യാനും പിന്നെ പ്രൊഡക്ടിവിറ്റി ബൂസ്റ്റ് ചെയ്യാനും ഒരു ഓർഗനൈസേഷനൊക്കെ വേണ്ടിയിട്ട് ഒരു നല്ലൊരു മെത്തേഡാണ് ടു ഡു ലിസ്റ്റ് എഴുതൽ. ഇതിപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നൊന്നുമില്ല, എന്നാലും നമുക്ക് മനസ്സിലാക്കാമല്ലോ നമ്മൾ എന്തൊക്കെ ചെയ്തു എന്തൊക്കെ ചെയ്തില്ല. സോ ഇതുവരെ ടു ഡു ലിസ്റ്റ് ഒന്നും ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കി നോക്കുക, അടിപൊളിയാണ്. അടുത്ത പരിപാടി നമ്മുടെ ടേബിൾ ഒന്ന് ക്ലീൻ ചെയ്യലാണ്. എല്ലാ പരിപാടികളും ഇതിൻ്റെ മുകളിലായതുകൊണ്ടും പിന്നെ വൈറ്റ് വാൾപേപ്പർ വിരിച്ചത് കാരണം പെട്ടെന്ന് ചളിയാവും. നിങ്ങളെങ്ങനെ, രാവിലെ പഠിക്കുന്ന ആൾക്കാരാണോ അതോ രാത്രി പഠിക്കുന്ന ആൾക്കാരാണോ? ബെറ്റർ രാവിലെ പഠിക്കണതാണ് നല്ലത്. ബട്ട് നിങ്ങളുടെ ഒരു കംഫർട്ട് ടൈം ഉണ്ടല്ലോ, ആ ടൈമിൽ നിന്ന് പഠിക്കണം. അപ്പോഴാണ് നല്ലതൊക്കെ തലയിൽ കയറുള്ളൂ. നമ്മുടെ മാക്സിമം കോൺസെൻട്രേഷൻ ടൈം എത്രയെന്നറിയോ? 20 മിനിറ്റ്സ്. അതിൽ കൂടുതൽ ബ്രേക്കിലാണ് പഠിച്ചു കഴിഞ്ഞാൽ വെറുതെ കത്തമ്മി പൂച്ചാന്ന് ആയിപ്പോവും. സോ ഒരു 20 മിനിറ്റ്സ് പഠിക്കുക, എന്നിട്ടൊരു 5-7 മിനിറ്റ്സ് ബ്രേക്ക് എടുത്തതിന് ശേഷം പിന്നെയും 20 മിനിറ്റ്സ് പഠിക്കുക. അങ്ങനെ പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ട് ഞാനത് വലിയ പഠിപ്പിയാണ് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അത് വെറും തെറ്റിദ്ധാരണയാണ്. നമ്മളൊരു ആവറേജ് അത്രയൊക്കെ മതി. അങ്ങനെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തുണ്ടോ ഒരാൾ എനിക്ക് ഞാൻ കുറേ നാളായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനം കൊണ്ടുവന്നത്. ആ ഒരാൾ വേറെ ആരുമല്ല, മൈ മമ്മി. ഇതെന്താ സംഭവം എന്ന് മനസ്സിലായ? നമ്മുടെ അവിടെ ഇതിന് പുളിയച്ചാറെന്ന് പറയും. നിങ്ങളുടെ അവിടെ എന്താ പറയുക? ചൈൽഡ്ഹുഡ് ഫേവറേറ്റ് എന്നൊക്കെ പറയില്ലേ, അതാണിത്. അത് കണ്ടപ്പോൾ പിന്നെ ആസ് യൂഷ്വൽ പഠിക്കാനുള്ള മൂഡ് അങ്ങോട്ട് പോയി. അപ്പോൾ പിന്നെ ബുക്കൊക്കെ അടച്ച് വെച്ചിട്ട് അത് 2 കഴിച്ചിട്ട് കുറച്ച് നേരം റിലാക്സ് ചെയ്തു. സോ ഫസ്റ്റത്തെ പരിപാടി ഈസ് ഡൺ. പിന്നെ കുറച്ച് നേരം ഫോണിൽ തോണ്ടിയിരുന്നു, നിങ്ങളുടെ മെസ്സേജിനൊക്കെ റിപ്ലൈ തന്നിട്ടും കുറച്ച് റീലൊക്കെ കണ്ടിട്ടും അങ്ങനെ ഇരുന്നു. ഇങ്ങനെ ഇരിക്കുമ്പോഴൊരു പ്രോബ്ലം എന്താണെന്നറിയോ? 1-2 മണിക്കൂർ ഏത് വഴിക്കാണ് പോകണമെന്ന് പറയാൻ പറ്റില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ താത്താൻ്റെ കൂടെ ഒന്ന് പുറത്തേക്ക് പോയി. ഈ കല്യാണം കഴിഞ്ഞ താത്താമാരുടെ കൂടെ പുറത്ത് പോകാനുള്ള ഗുണം എന്താണെന്നറിയാം? ഇത് തന്നെയാണ് ആ ഗുണം. ഒന്ന് സോപ്പിട്ട് പതപ്പിച്ചാൽ മതി, സെറ്റ് ആയിക്കോളും. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തിയപ്പോണ്ട് ഒരു അടിപൊളി സാധനം ഉണ്ടാക്കണം, നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ്. ഇതൊരു അറബിക് സ്നാക്കാണ്. പിന്നെ പേരെന്താ, ലുഖീമത്തെന്നോ അങ്ങനെ എന്തോ ഒരു പേരാണ്, പക്ഷെ അടിപൊളിയാണ്. എന്നിട്ടെന്താ നമ്മുടെ സ്ഥിരം പരിപാടി വീഡിയോ ഷൂട്ടിംഗ് ആൻഡ് എഡിറ്റിംഗ്. ഞാൻ കുറച്ച് മുന്നേ ഒരു ഫ്ലോട്ടിംഗ് ബട്ടർഫ്ലൈസ് ഉണ്ടാക്കിയില്ലേ, അതിന് ശേഷം എനിക്ക് ബട്ടർഫ്ലൈസിനോട് ഭയങ്കര ഒബ്സഷൻ. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ട്രൈപോഡ് ഇല്ലാണ്ട് എങ്ങനെയാണ് വീഡിയോ ഷൂട്ട് ചെയ്യണതെന്ന്. ഷോർട്സ് ഞാൻ ഷൂട്ട് ചെയ്യാറ് ഈ സെല്ലോ ടൈപ്പ് വെച്ചിട്ടാണ്. ഇതിലേക്ക് ഫോൺ ഇങ്ങനെ ഇറക്കി വെക്കും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ആംഗിൾക്ക് തിരിച്ച് വയ്ക്കുകയും മറിച്ച് വയ്ക്കുകയും ഒക്കെ ചെയ്യാം. ഇനി മുകളിൽ നിന്ന് താഴോട്ടാണ് വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു ബുക്കിൻ്റെ മേലെ വെച്ച് കൊടുത്താൽ മതി. അതാണ് മെത്തേഡ് നമ്പർ 1. പിന്നെ ലോങ് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പെൻ ഹോൾഡറും ഒരു വലിയ സിസറും വേണം. ആ സിസറിനെ ഇങ്ങനെ എക്സ് ഷേപ്പ് ആക്കിയിട്ട് അതിൻ്റെ ഇടയിലേക്ക് ഫോൺ വെച്ച് കൊടുത്താൽ മതി. നോട്ട് ദ പോയിന്റ്, പെൻ ഹോൾഡറിൽ വെയിറ്റുകൾ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കണം, അല്ലെങ്കിൽ ഒക്കെ കൂടി മറിഞ്ഞു വീഴും. ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ? ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ട്രൈപോഡൊക്കെ ഉണ്ട്, പക്ഷെ അത് യൂസ് ചെയ്യാനുള്ളൊരു ഫ്ലോ അങ്ങോട്ട് വരുന്നില്ല, അതാണ് പ്രശ്നം. അടുത്ത പരിപാടി നമ്മുടെ ഗീവ് അവേ വിന്നേഴ്സിന് വേണ്ടിയിട്ട് ഗിഫ്റ്റ് പാക്ക് ചെയ്യലാണ്. ആക്ച്വലി കുറച്ച് ലേറ്റ് ആയി പോയി, ഓരോരോ തിരക്ക്. ജേണലിൻ്റെ ഫ്രണ്ട് പേജ് പെയിൻറ്റ് ചെയ്യണമല്ലോ, ആൾക്ക് ഭയങ്കര തിരക്ക്, വേറെ ഒന്നുമില്ല, എക്സാം ഒക്കെ ആയിട്ട്. പിന്നെ പാക്കിംഗ് ബോക്സ് ലോകം മൊത്തം അന്വേഷിച്ചു, എവിടെയും കിട്ടിയില്ല. അവസാനം ഞാൻ തന്നെ ഇവിടെ ഉണ്ടാക്കി. പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും റിട്ടേൺ ഗിഫ്റ്റ് ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്തായാലും ഉണ്ട്, പക്ഷേ കുറച്ച് ലേറ്റ് ആവും. അതുകൊണ്ട് നിങ്ങൾ കുറച്ച് പേഷ്യൻസ് കാണിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഈ വാഷി ടൈപ്പിൽ ഓരോ ബോക്സിലും ഓരോ തീമല്ലേ, അപ്പം ഞാൻ വിചാരിച്ചു ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് എല്ലാവർക്കും എല്ലാ തീമും എത്തുന്ന രീതിയിൽ അങ്ങനെ വേണോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ബോക്സ്. ഇത് ഞാൻ ഫുൾ പാക്കിംഗ് കാണിച്ചിട്ടില്ല. എൻ്റെ വക ഒരു ലെറ്ററും
പിന്നെ ഫൈനൽ റാപ്പിംഗ് ഒക്കെ ചെയ്യാനുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് സൂൺ അയക്കുന്നതാണ്. ഉച്ചയായപ്പോൾ വെറുതെ ഒരു തോന്നൽ ജേർണലിംഗ് ചെയ്യാൻ. ഐ തിങ്ക് വീഡിയോ എടുക്കണ കാരണം തോന്നിച്ചതായിരിക്കാം. പക്ഷേ പേപ്പർ വെട്ടി പണിയെടുക്കാനുള്ള ഒരു മൂഡൊന്നുമില്ല. അതുകൊണ്ടൊരു സിമ്പിളായിട്ട് എൻ്റെ കറണ്ട് മൂഡിനെ കുറിച്ചൊരു ജേർണലിംഗ് ചെയ്യാമെന്നാണ് വിചാരിച്ചു. കറണ്ട് മൂഡെന്ന് പറഞ്ഞത് വേറെ ഒന്നല്ല, എന്തെങ്കിലും ഒരു ചെറിയ സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഉറങ്ങാൻ തോന്നും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വക അസുഖങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഞാൻ ഇൻട്രസ്റ്റ് നോക്കിയപ്പോൾ എനിക്ക് ആപ്റ്റായിട്ടുള്ളൊരു കോട്ടും കൂടി കിട്ടി. അപ്പോൾ പിന്നെ വെറുതെ ഇല്ലല്ലോ. നിങ്ങൾ ജേർണലിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കൂ കേട്ടോ. ഒരു 50-60 വയസ്സൊക്കെ കഴിഞ്ഞിട്ട് ഈ ബുക്കൊക്കെ എടുത്ത് വായിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ട്. അതിന് വേണ്ടിയിട്ടാണ്, വേറൊന്നുമല്ല. അങ്ങനെ ജേർണലിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഒരു പവർ നാപ്പിന് പോയി. ഈവനിങ് നമുക്കൊരു ഹൗസ് വാമിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയപ്പോൾ കുറച്ച് ബിറ്റ്സ് ആൻഡ് ഷോർട്സ് ഒക്കെ എടുത്തിട്ട് ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ വീട്ടിൽ തിരിച്ചെത്തിയപ്പം ഒരാളത് പൊതുപ്പിൻ്റെ ഉള്ളിൽ കിടന്ന് ഉറങ്ങുമ്പോൾ മാത്രമേ ഈ ശുഷ്കാന്തിയൊക്കെ കാണാൻ കിട്ടുള്ളൂ. അല്ലാത്തപ്പോൾ വെറും കുരുത്തക്കേടാണ് കയ്യിൽ. ഇടയ്ക്ക് ഇങ്ങനെ റീലൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഫോണിൽ ഇതിന് കാർട്ടൂൺ ഇട്ട് കൊടുക്കും. പക്ഷേ ആര് കാണുന്നത്, അതൊക്കെ തട്ടിമറിച്ചിടും. ആൻഡ് ഫൈനലി ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയം എത്തിയിരിക്കുകയാണ്. മൂവി ടൈം. ഇപ്പം മിക്ക ദിവസങ്ങളിലും തന്നെ പരിപാടി പോപ്കോൺ മേടിക്കുക, കുക്ക് ചെയ്യുക, ഫിലിം കാണുക. പാസ്വേഡ് പിന്നെ നിങ്ങളാരും കണ്ടില്ലല്ലോ അല്ലേ? നെവർ മൈൻഡ്. എനിക്ക് ഈ ഫോണിലും ടാബിലൊക്കെ ഏതാപ്പാണോ നമുക്ക് വേണ്ടത് അത് എത്ര തിരഞ്ഞാലും കാണില്ല. പിന്നെ അങ്ങോട്ട് സ്ക്രോൾ ചെയ്ത് ഇങ്ങോട്ട് സ്ക്രോൾ ചെയ്ത് അവസാനം കണ്ടുപിടിക്കും. ഏത് സിനിമ കാണണമെന്ന് വലിയ പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കിട്ടിയൊരു സിനിമ ഇരുന്ന് കണ്ടു. ഇൻട്രോ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് സംഭവം ഒരു ഹൊറർ മൂവി ആയിരുന്നു. ആ പോപ്കോൺ കഴിക്കാനുള്ള മൂഡ് അങ്ങോട്ട് പോയി കിട്ടി. വലിയ കാര്യത്തിൽ ലൈറ്റൊക്കെ ഓഫാക്കി ഇരുന്ന് കാണാൻ തുടങ്ങിയതായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ഓണാക്കി. കോമഡി എന്താ വെച്ച് കഴിഞ്ഞാൽ സിനിമേൻ്റെ പേരെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിവേയ്സ് ആ പരിപാടി അങ്ങോട്ട് കഴിഞ്ഞിരിക്കണം. സോ ഇതൊക്കെയാണ് നമ്മുടെ ക്ലാസ് ഒന്നും ഇല്ലാത്ത ഒരു ഡേ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അല്ലേ? ചെയ്യുന്നറിയാം, നല്ല വെറുതെ ചോദിച്ചതേ ഉള്ളൂ. അപ്പോൾ ശരി, ബൈ.